തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ ബി.ജെ.പി. ഇന്ന് പോലീസിൽ പരാതി നൽകുന്നുണ്ട്. യു.ഡി.എഫ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വനിതകളെ അടക്കം മർദ്ദിച്ചു എന്ന് ആരോപിച്ചായിരിക്കും പരാതി നൽകുക. യു.ഡി.എഫ് കൗൺസിലർ ഷേർലിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരെ കേസെടുത്തിരുന്നു. ദേവൻ എം പി വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ദേവൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കോർപ്പറേഷനിൽ കണ്ടത് ഈ വലിയ കയ്യാങ്കളിയും ഈ പിടിച്ചു തള്ളലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരും ഒക്കെ ആയിരുന്നു. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്നലെ പറഞ്ഞ പോലെ 400-ലധികം അജണ്ടകൾ സംസാരിക്കേണ്ടിയിരുന്ന ഒരിടമാണ് അങ്ങനെ തല്ലിപ്പിരിഞ്ഞു പോയത്. അതിലിപ്പോൾ ഈ പോലീസ് നടപടിയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. എങ്ങനെയാണ് പോലീസ് നടപടി? കോൺഗ്രസിന്റെ നീക്കം എങ്ങനെ? ബി.ജെ.പിയുടെ നീക്കം എങ്ങനെ? ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും തിരുവനന്തപുരം നഗരസഭയിൽ ഇന്നലെ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് കയ്യാങ്കളി, ഒപ്പം തന്നെ പരസ്പരം മുദ്രാവാക്യം വിളിക്കൽ മാത്രമല്ല, പരസ്പരം ചൂടുവെള്ളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിയുക, അല്ലെങ്കിൽ രജിസ്റ്റർ വലിച്ചീർക്കുക, അങ്ങനെ അത്യന്തം നാടകീയമായ സംഭവവികാസങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ബി.ജെ.പി. യു.ഡി.എഫ് കൗൺസിലർമാർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇതിലേതായാലും ഇപ്പോൾ പോലീസ് സേതു പറഞ്ഞതുപോലെ തന്നെ ഒരു നിയമ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും യു.ഡി.എഫ് കൗൺസിലർമാരായിട്ടുള്ള ഷേർലി അലക്സിൻ്റെയും ഒപ്പം തന്നെയും ഷേർലിയുടെയും ഒപ്പം തന്നെ അനിത അലക്സിന്റെ പരാതിയിൽ ഇപ്പോൾ ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരെ 4 കൗൺസിലർമാർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിൽ ചെമ്പഴന്തി വിജയനുണ്ട്, ഒപ്പം തന്നെ പപ്പനംകോട് സജി, ഒപ്പം തന്നെ മറ്റ് അംഗങ്ങളായിട്ടുള്ള മറ്റ് 2 ബി.ജെ.പി. അംഗങ്ങളുടെ പേരിലും ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ഉണ്ടായ ഈ സംഭവത്തിൽ യു.ഡി.എഫ് കൗൺസിലർമാർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് യു.ഡി.എഫ് ക്യാമ്പിൽ നിന്നും ഉയരുന്നത്. പ്രത്യേകിച്ചും ഷേർലിക്ക് കഴുത്തിലും ഒപ്പം തന്നെ അനിത അലക്സിന് കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഇന്ന് ബി.ജെ.പിയും പരാതി നൽകും പോലീസിൽ. യു.ഡി.എഫ് വനിതാ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരെ അതിക്രമം ഉണ്ടായെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ബി.ജെ.പി. പരാതി നൽകുന്നത്. ഏതായാലും ഒരു വശത്ത് യു.ഡി.എഫ് ബി.ജെ.പി. കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പരസ്പരം ഒരു കയ്യാങ്കളിയിലേക്ക് പോയപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ചയും സമാനമായ രീതിയിലുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരുന്നത്. അന്ന് ഈ വാഴട്ടുകുണം കൗൺസിലറായിട്ടുള്ള ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ എൽ.ഡി.എഫ് കോർപ്പറേഷന് മുന്നിൽ ഒരു റിലേ സത്യാഗ്രഹം തുടരുകയാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ആ സമരം അവർ മേയർ വി രാജേഷ് എത്തിയ സമയത്തേക്ക് വി രാജേഷിന്റെ ഓഫീസിന് മുന്നിലേക്കും വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അന്നും ഈ പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിലൊരു സംഘർഷം കോർപ്പറേഷനുള്ളിലുണ്ടായി. അന്ന് ബി.ജെ.പിയുടെയും ഒപ്പം തന്നെ ബി.ജെ.പി. എൻ.ഡി.എയുടെയും ഒപ്പം തന്നെ എൽ.ഡി.എഫ് കൗൺസിലർമാർ തമ്മിലായിരുന്നു ആ സംഘർഷം ഉണ്ടായിരുന്നത്. അന്ന് മേയർ വി രാജേഷ് അടക്കം ഉള്ള ഡെപ്യൂട്ടി മേയർക്ക് അടക്കം പരിക്കേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എൽ.ഡി.എഫ് കൗൺസിലർമാരായിട്ടുള്ള 3 കൗൺസിലർമാർക്ക് സാരമായി പരിക്കേൽക്കുകയും അവരുടെ ഈ പരിക്ക് തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ആ എൽ.ഡി.എഫ് കൗൺസിലർമാരെല്ലാവരും തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും ആംബുലൻസിൽ അല്ലെങ്കിൽ വീൽ ചെയർ മുഖേനയാണ് ഇന്നലെ കോർപ്പറേഷനിലേക്ക് എത്തുകയും ഈ കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ അവരെ കൗൺസിൽ ഹാളിൻ്റെ നടുത്തളത്തിലേക്ക് കൊണ്ടിരുത്തിക്കൊണ്ടായിരുന്നു എൽ.ഡി.എഫ് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ 5 മിനിറ്റിൽ തന്നെ ഇന്നലെ ഈ കൗൺസിൽ യോഗം ചേർന്നുവെങ്കിലും അജണ്ടകളെല്ലാം തന്നെ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ ഈ കൗൺസിൽ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ പറയുന്നത് പോലെ തന്നെ ഈ രജിസ്റ്ററിൻ്റെ പേരിൽ ഒരു സംഘർഷം യു.ഡി.എഫും ഒപ്പം തന്നെ ബി.ജെ.പി. കൗൺസിലർമാർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആർ സുഗതനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രജിസ്റ്ററിൽ തിരിമറി നടത്തിയെന്നാണ് യു.ഡി.എഫ് കൗൺസിലർമാരും ഒപ്പം തന്നെ യു.ഡി.എഫിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള ശബരിനാഥൻ അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതിനിടെ, അല്ലെങ്കിൽ ആ രജിസ്റ്റർ ഉയർത്തിക്കാട്ടി മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നതിനിടെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ബി.ജെ.പി. കൗൺസിലർമാർ ഈ യു.ഡി.എഫ് കൗൺസിലർമാർ ഇരിക്കുന്ന വശത്തേക്ക് എത്തുകയും ഈ രജിസ്റ്റർ തട്ടിപ്പറിക്കുന്നതിനിടെ ഇരുവരും തമ്മിലൊരു വലിയൊരു കയ്യാങ്കളിയിലേക്ക് ആ സംഭവങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ പുറമേ നിന്ന് നോക്കുമ്പോൾ ഏതായാലും നമുക്ക് വലിയ അത്യന്തം നാടകീയമായിട്ടും അല്ലെങ്കിൽ അത്യന്തം കൗതുകമായിട്ട് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം. അത് ഈ പറയുന്ന പോലെ തന്നെ ആ കയ്യാങ്കളി മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇവരെയൊക്കെയും ജയിപ്പിച്ച് വിട്ട ഓരോ മനുഷ്യരും നാണം കെട്ട് തലതാഴ്ത്തി കാണും. ഇന്നലത്തെ പരിപാടികൾ കാണുമ്പോൾ എന്തൊക്കെയാണ് കോർപ്പറേഷനുള്ളിൽ നടന്നത് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുന്നു, വെള്ളം എടുത്തെറിയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷർട്ട് വലിച്ചു കീറുക, ആക്രമിക്കുക തുടങ്ങി ഇനി നടക്കാൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല.